വചനമൊഴി ഏപ്രിൽ 10. വചനഭാഗം ഹെബ്രായർ 11:1-6, ലൂക്കായുടെ സുവിശേഷം 12:1-9. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സഭയിൽ സകല വിശുദ്ധരുടെയും തിരുനാൾ, പ്രത്യേകിച്ച് വേദസാക്ഷികളുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. വിശ്വാസത്തിൽ ഉറച്ച് നിന്ന് കർത്താവിന് സാക്ഷ്യം നൽകുകയും കർത്താവിന് വേണ്ടി ജീവൻ സമർപ്പിക്കുകയും ചെയ്തവരെയാണ് ഇന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. ഇന്നത്തെ തിരുവചനങ്ങൾ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും വിശ്വാസ ജീവിതം ധൈര്യത്തിൻ്റെ ജീവിതമാണെന്ന് പ്രഘോഷിക്കുന്നതുമാണ്. ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ വിശ്വാസം എന്താണ് എന്ന് നാം ശ്രവിക്കുന്നു. കാണപ്പെടാത്തത് ഉണ്ട് എന്ന ഉറപ്പും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ബോധ്യവുമാണ് വിശ്വാസം. വിശ്വാസികൾ മനുഷ്യരെയല്ല ദൈവത്തെ ഭയപ്പെടുന്നവരാകണമെന്ന് ലൂക്കാസ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്നും നാം ശ്രവിക്കുന്നു. കാണുന്നതിലല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നതിലാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണമെന്നും ഹെബ്രായ ലേഖകൻ പറയുന്നു. ധീരതയോടെ ജീവിക്കണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം എന്ന കാര്യമാണ് സുവിശേഷത്തിൽ നിന്നും നാം ശ്രവിക്കുന്നതും. ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടരുത്, മറിച്ച് ശരീരത്തെയും ആത്മാവിനെയും വിധിക്കുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുക. മനുഷ്യരുടെ മുൻപിൽ ഈശോയെ ഏറ്റുപറയുന്നവനെ മനുഷ്യപുത്രനും ഏറ്റുപറയും എന്നാണ് സുവിശേഷം പറയുന്നത്. വിശ്വാസം ഹൃദയത്തിൽ മാത്രമല്ല ജീവിതത്തിൽ പ്രകടമാക്കണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതാണ്. മനുഷ്യരെയല്ല ദൈവത്തെ ഭയപ്പെടുന്നതാണ്. ദൈവഭയമുള്ളവനായി വളരുന്നതാണ്. സാക്ഷ്യം പറയുവാൻ ധൈര്യം കാണിക്കുന്നതാണ്. യഥാർത്ഥ വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ, ഉത്തിതനായ മിശിഹായെ പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അനുദിന ജീവിതത്തിലൂടെ വിശ്വാസം പ്രഘോഷിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.